ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഫെബ്രുവരി 7 നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1, 2. തെറ്റായ പ്രസ്താവനകൾ: ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് 3, 4. അപ്പം ശരിയായ പ്രസ്താവനകൾ: ബീഹാറിലെ അരയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ബീഹാറിലെ അരയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? ഓപ്ഷൻ സി only 3. തെറ്റായത്: തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837. തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായവയാണ്: തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. അപ്പം ശരിയായ ജോഡികൾ ഓർത്ത് വയ്ക്കുക: തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി only 4. തെറ്റായ പ്രസ്താവന: മാവോ സേതൂങ്ങിന് ശേഷം ഹുവാ ഗുവോഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. അപ്പോൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഓർത്ത് വയ്ക്കുക. ശരിയായ പ്രസ്താവനകൾ: പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ only 1. തെറ്റായ പ്രസ്താവന: 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: സ്വാമിനാഥ ദേശികർ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പിസ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ്. അപ്പം സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ അതോർത്ത് വയ്ക്കുക: സ്വാമിനാഥ ദേശികൾ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പിസ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ഓപ്ഷൻ ഡി 1, 4. ശരിയായ ജോഡികൾ: നാഗ്പൂർ സമ്മേളനം, നിസ്സഹകരണ പ്രസ്ഥാനം, സൂറത്ത് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, വിഭജനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ: നാഗ്പൂർ സമ്മേളനം, നിസ്സഹകരണ പ്രസ്ഥാനം, സൂറത്ത് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, വിഭജനം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി
ഓപ്ഷൻ ബി ഭൂഗർഭജലം. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി ഭൂഗർഭജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ഓപ്ഷൻ ഡി കാനഡ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു. ഓപ്ഷൻ ഡി ടാൽക്ക്. കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്ക്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഓപ്ഷൻ എ സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. ഓപ്ഷൻ എ മാംഗോ ഷവർ. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയാണ് മാംഗോ ഷവർ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടി. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം. ഓപ്ഷൻ എ ആദിത്യ L1. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഫിലിപ്പൈൻസ്. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആക്ട് 75. 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ എ 38. 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? ഓപ്ഷൻ ബി 4. തെറ്റായ പ്രസ്താവന. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 1, 2, 3, 4. ശരിയായ പ്രസ്താവനകൾ. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? ഓപ്ഷൻ സി 3 ജസ്റ്റിസ് ഹിദായത്തുള്ള. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത്.
ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2, 3, 4. ശരിയായ പ്രസ്താവനകൾ: നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏതു വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ട അധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? ഇമ്പോർട്ടൻ്റ് ആണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ട അധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ യോഗ്യതകളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഉപരാഷ്ട്രപതി. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കലി, നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് ലോസ് മോണ്ടസ്ക്യൂ, ഇന്ത്യ 2020 ഡോക്ടർ APJ അബ്ദുൽ കലാം, മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ഇമ്പോർട്ടൻ്റ് ആണ്. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കർലി, നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് ലോസ് മോണ്ടസ്ക്യൂ, ഇന്ത്യ 2020 ഡോക്ടർ APJ അബ്ദുൽ കലാം, മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. ഈ 4 നമ്മൾ ഒരെണ്ണം മാത്രമേ അങ്ങനെ കേൾക്കാതെ ഉള്ളൂ കേട്ടോ. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കർലി ആണ്. ബാക്കിയുള്ളതെല്ലാം മിക്കപ്പോഴും PSC മിക്ക പരീക്ഷകളും ചോദിക്കുന്നതാണ്. നിയമങ്ങളുടെ അന്തസത്ത സ്പിരിറ്റ് ഓഫ് ലോസ് മോണ്ടസ്ക്യൂ, ഇന്ത്യ 2020 ഡോക്ടർ APJ അബ്ദുൽ കലാം, മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. ഇത് 3 PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ്. പക്ഷെ ഇതങ്ങനെ അധികം കണ്ടിട്ടില്ല. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കർലി ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏവ? ഓപ്ഷൻ സി 2. PK തുങ്കൻ കമ്മീഷൻ 1990. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികളാണ് ബൽവന്ത് റായ് കമ്മീഷൻ 1957, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. അപ്പോൾ ശരിയായ ജോഡികൾ ഓർത്ത് വെക്കുക കേട്ടോ. ബൽവന്ത് റായ് കമ്മീഷൻ 1957, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണങ്ങളായി മാറ്റിയത് 2019 രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ: ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. അപ്പോൾ ഓർത്തു വയ്ക്കുക, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് ഏതായിരുന്നു? 370. ഓക്കെ. അപ്പോൾ അതെടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണങ്ങളായി മാറ്റിയത് 2019.
രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ? ഓപ്ഷൻ ബി 2, 10ാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടുന്നവയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 11ാം പട്ടിക, 12ാം പട്ടിക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടുന്നവ: സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 11ാം പട്ടിക, 12ാം പട്ടിക. ചേരുംപടി ചേർക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹ്യക്ഷേമ പദ്ധതികളാണ്. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം, വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം, താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം, വിദ്യാജ്യോതി പദ്ധതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. ചേരുംപടി ചേർക്കുക, അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം, വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം, താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം, വിദ്യാജ്യോതി പദ്ധതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകളേവ? ഇത് 2024 ചോദ്യപേപ്പറാണ്. അതനുസരിച്ച് ഇവിടെ ഓപ്ഷൻ സി 4 മാത്രമേ ഉള്ളൂ തെറ്റായ പ്രസ്താവന. എന്നാൽ 2026 അനുസരിച്ച് ഈ തന്നിരിക്കുന്നതിൽ 1ാമത്തെയും 4ാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് പറയാം. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലകാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലകാണ്. അതുപോലെ കേരളത്തിലെ ADGPമാർ 4 പേരുണ്ട്, 4 സെക്ഷനിലായിട്ട്. അവരാണ് മനോജ് എബ്രഹാം, P വിജയൻ, H വെങ്കിടേഷ്, S ശ്രീജിത്ത്. ഓക്കെ. പിന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖറാണ്. അതും കൂടി ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖറാണ്. ഓക്കെ. ഇനി ഈ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്, അതും കൂടി ഓർത്ത് വെച്ചോണം. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. അപ്പോൾ ആ ശരിയായ പ്രസ്താവനകളും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏത്? ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി 3 മാത്രം. വലത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ കോണിൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ കോണിൽ. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പറ്റാപ്പൌറ്റിയും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഓപ്ഷൻ എ വൈദ്യശാസ്ത്രം. നോബൽ പുരസ്കാരം പഠിക്കുമ്പം ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ആണെങ്കിൽ ഒരു 2022 മുതൽ 2025 വരെയുള്ള നോബൽ പുരസ്കാരത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പഠിക്കണം. അതായത് കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്നും അത് കണ്ടുപിടിച്ചവരാരെന്നും ഏത് മേഖലയിലാണ് അവർക്ക് ആ പുരസ്കാരം ലഭിച്ചതെന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം. ഇനി അത്രയും ഓർത്ത് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 2024 2025 എങ്കിലും പഠിച്ചു വെക്കണം. സാധാരണ 10th ലെവലിനൊക്കെ ആണെങ്കിൽ 2024 25 ഒക്കെ ചോദിക്കാറുള്ളൂ. ഡിഗ്രി ലെവലിനും അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ചില പരീക്ഷകളിൽ 2022 മുതലുള്ള ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അത്ര ഓർത്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ 2024 25 നോബൽ പുരസ്കാരം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ 2025 നോബൽ പുരസ്കാരത്തിൻ്റെ തന്നെയുള്ള ഒരു സിംഗിൾ വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ അത് കണ്ടു പഠിക്കുക 2025. പിന്നെ അതല്ലാതെ 2025 എല്ലാ പുരസ്കാരങ്ങളുടെയും ലോകത്തിലെയും ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും, അതായത് നോബൽ പ്രൈസ് മാത്രമല്ല, ദാദാസാഹിബ് ഫാൽക്കെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, അങ്ങനെയുള്ള എല്ലാ പുരസ്കാരങ്ങളുടെയും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്
ഉള്ള വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കണ്ട് പഠിക്കണം. ഇനി വരുന്ന PSC എക്സാമുകളിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. 2025 പുരസ്കാരങ്ങൾ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും പോയി കണ്ട് പഠിക്കുക. അപ്പോൾ അതിനകത്തും ആ 2025 എല്ലാ പുരസ്കാരങ്ങളും ഉള്ള ആ ഒരു വീഡിയോയിലും ഈ നോബൽ പ്രൈസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, പുരസ്കാരങ്ങൾ എപ്പോഴും ഉള്ള ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനാണ് എല്ലാ പരീക്ഷകളിലും. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മലേറിയ, പ്രോട്ടോസോവ, ടൈഫോയിഡ് ബാക്ടീരിയ, അസ്കാരിയാസിസ് വിരകൾ, ജലദോഷം വൈറസ്. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മലേറിയ, പ്രോട്ടോസോവ, ടൈഫോയിഡ് ബാക്ടീരിയ, അസ്കാരിയസ് വിരകൾ, ജലദോഷം വൈറസ്. കുട്ടികളുടെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? ഓപ്ഷൻ എ മിഠായി. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? മിഠായി. കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മിഠായി ആണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുമ്പം ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണല്ലോ. അപ്പം മിഠായി എന്താ മധുരമുള്ളത് അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം എന്താ? മിഠായി. അപ്പോൾ അങ്ങനെ അതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി ഒമിക്രോൺ. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. ഓപ്ഷൻ സി ഹർഷണ ബലം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഹർഷണ ബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. ഓപ്ഷൻ ബി സമവർത്തുള ചലനം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം സമവർത്തുള ചലനം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ടർ, ജോൺ എഫ് ക്ലോസർ, ആൻഡൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ സി ക്വാണ്ടം മെക്കാനിക്സ്. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ടർ, ജോൺ എഫ് ക്ലോസർ, ആൻഡൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. അപ്പം പുരസ്കാരങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. ഓപ്ഷൻ എ 110 ഗ്രാം. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായി കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. 110 ഗ്രാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏതാണ്? ഓപ്ഷൻ സി ബോറോൺ ട്രൈക്ലോറൈഡ് BCl3. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ബോറോൺ ട്രൈക്ലോറൈഡ് BCl3. എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? ഓപ്ഷൻ ഡി XY2. എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? XY2. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1 തെറ്റും 2 ശരിയുമാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന ഇതാണ്: സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? ഓപ്ഷൻ എ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ: അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി MB വീരേന്ദ്രകുമാർ. ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? MB വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി വയനാട്. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ. താഴെ പറയുന്നവരിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? പോർച്ചുഗീസുകാരുടെ.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? കെ സച്ചിദാനന്ദൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്